അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും എത്ര വലിയ വിഷമത്തിലിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. പഠിച്ച റബ്ബിനോട് പറയുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ദുആനെ പരിചയപ്പെടുത്തി തരാം. ഇൻഷാ അല്ലാഹ് ദുആനെ നിങ്ങളുടെ കാര്യം ആഗ്രഹം നടന്നു കിട്ടിയാലും നിങ്ങളതൊരിക്കലും അതിനെ വലിച്ചെറിയരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ കൂടെ കൂട്ടിക്കോ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ച റബ്ബ് അതിൻ്റെതായ സമയത്ത് പഠിച്ച റബ്ബ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, നമ്മൾ മദ്രസയിലൊക്കെ യൂനുസ് നബിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിൻ്റെ വയറ്റിലകപ്പെട്ട് പോകുന്നൊരു ചരിത്രമുണ്ട്. അത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയ ചെറിയൊരു തെറ്റിനെ പഠിച്ച റബ്ബ് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ച റബ്ബേ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഒരുപാട് വിഷമിച്ച് 40 ദിവസമാണ് ഈ തിമിംഗലത്തിൻ്റെ വയറ്റിലകപ്പെട്ട് പോയത്. സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം 100% ഉറപ്പാണ് ജീവനോട് തിരിച്ചു വരില്ല. പക്ഷേ യൂനുസ് നബി അലൈഹി സ്വലാം തിരിച്ചു വന്നു മക്കളെ. അത് എന്താ കാരണം എന്ന് വെച്ചാൽ യൂനുസ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യാണ്. തിമിംഗലത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദുആയിനെ യൂനുസ് നബി അലൈഹി സ്വലാം നിരന്തരം പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് യൂനുസ് നബി അലൈഹി സ്വലാമിന് തിമിംഗലത്തിൻ്റെ ആ ഒരു വായിലകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു രക്ഷയുണ്ടാകുന്നത് ഈ ഒരു ദുആ ആണ്. അപ്പം നമുക്കും ആ ഒരു ദുആനെ നമുക്ക് ഓരോരോ കാര്യങ്ങളും പഠിച്ച റബ്ബ് സൂചിപ്പിച്ച് കാണിച്ചു തരുന്നത് നമുക്കും കൂടി അടിമകളായ നമ്മളും അത് ചെയ്യണം. നമുക്കും അത് ഉപകാരപ്പെടും. ഓരോരോ കാര്യങ്ങൾക്കും ഓരോ സൂചനകളുണ്ട്. നമുക്കും അത് ഉപകാരപ്പെടും. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ദുആ കൂടിയാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള ദുആ ആണ്. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളൊരിക്കലും ഈ ഒരു ദുആനെ കൈവിടരുത്. ഒരു സമ്പത്താണ്, നിങ്ങളത് കൂടെ കൂട്ടിക്കുക. വെറുതെ നടക്കുമ്പോഴും നിസ്കാരത്തിന് ശേഷം ഒക്കെ ഈ ഒരു വാക്ക് നല്ല സുഖല്ലേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇനി നിങ്ങളത് എപ്പോഴാണ് ചെല്ലേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ആഗ്രഹം സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗമുണ്ട്, കുറേ നാളായിട്ട് നിങ്ങൾ ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്നൊരു ശമനം വേണം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ടൈമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. കാരണം തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ടൈം ഒരു വല്ലാത്തൊരു സമയം തന്നെയാണ് കേട്ടോ. നമ്മൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും അവരൊക്കെ ഉറങ്ങുന്നൊരു ടൈം. നിങ്ങൾ ഉറങ്ങിക്കോ, രാത്രിയിൽ ഉറങ്ങാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉറങ്ങി എണീറ്റിട്ട് ഒന്ന് അലാറം വെക്കുക, ഒരു 3:30 ഒരു 4:30 അങ്ങനെ അലാറം വെച്ച് എണീച്ചു ഒരു പ്രശ്നവുമില്ല. ആ ഒരു സമയത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സങ്കടം, നമ്മളെ ആഗ്രഹം പഠിച്ചതിനോട് കരഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കുക. പഠിച്ചവൻ്റെ മുന്നിൽ കരയാനോ നമ്മൾ നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പഠിച്ചപ്പോൾ നമ്മളെ തൊട്ടടുത്ത് നിൽക്കുക, അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കില്ലേ, നമ്മളെ സങ്കടം ഷെയർ ചെയ്യില്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് പഠിച്ചവനോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് പഠിച്ച റബ്ബിനോടൊരു തൊട്ടടുത്തിട്ടുള്ളൊരു ആത്മബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ആഗ്രഹം പറഞ്ഞിട്ട് ഒന്ന് കരയുക. പഠിച്ച റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു 1000 വട്ടമാണ് നമ്മൾ ചെല്ലേണ്ടത്. ഈ 1000 വട്ടം ചെല്ലുന്നത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം അത് 7 ദിവസം കൊണ്ട് 1000 വട്ടം നിങ്ങൾ ചൊല്ലി പൂർത്തീകരിച്ചാൽ മതി. 7 ദിവസവും നിങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം തന്നെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പഠിച്ച റബ്ബിനോട് നിങ്ങൾ ആഗ്രഹം എന്താണോ, നിങ്ങൾ അസുഖം എന്താണോ അത് പറഞ്ഞിട്ട് പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയൊരു അത്ഭുതം, വലിയൊരു മാറ്റം സംഭവിക്കാൻ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കിത് ഷെയർ ആക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ
നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു സന്തോഷം എന്നെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. നമ്മുടെ ഒരു പുതിയ ചാനലാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിച്ചവർക്ക് സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.